മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തോമാസ് ശ്ലീഹായുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിശുദ്ധീകരണത്തിനായി കർത്താവ് തോമാസ് ശ്ലീഹ ഒരുക്കുന്ന സംഭവമാണ്. നമ്മൾ പലാവർത്തി കേട്ടിട്ടുള്ള വചനഭാഗമാണ്. തീർച്ചയായിട്ടും തോമാസ് ശ്ലീഹയുടെ തിരുനാൾ വരുമ്പോൾ എല്ലാ വർഷവും ആവർത്തിച്ച് വായിക്കുന്ന വായന തന്നെയാണ്. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. തോമാസ് ശ്ലീഹായ്ക്ക് തീർച്ചയായിട്ടും മറ്റപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു വിഷമുണ്ടായി കാണും. അതുമാത്രമല്ല, ഞാൻ കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയാൻ തക്ക വിധത്തിൽ തോമാസിലേക്ക് അവിശ്വാസമുണ്ടായിരുന്നു എന്ന് അംഗീകരിക്കുന്നതിന് നമ്മൾ മടിക്കേണ്ടതില്ല. നമുക്ക് നമ്മുടേതായ ആശങ്കകളുണ്ട്, നമുക്ക് നമ്മുടേതായ അവിശ്വാസത്തിൻ്റെ മേഖലകളുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സ്വകാര്യ വേദനകളുണ്ട്, ആകുലതകളുണ്ട്, നിരാശയുടെ അനുഭവങ്ങളുണ്ട്, ഇതൊക്കെ അംഗീകരിക്കുന്നതിന് നമ്മൾ മടി കാണിക്കേണ്ടതില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സഹായം ആവശ്യമുള്ളിടത്ത് സഹായം തേടാൻ മടി കാണിക്കുന്ന ഒരു സമൂഹമാണ്. കാരണം എന്താ, മറ്റുള്ളവരെന്നാ വിചാരിക്കും. അവിടെ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടോ അതൊക്കെ കൊണ്ട് മൂടി വയ്ക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വകാര്യ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുണ്ടോ അതൊക്കെ കൊണ്ട് മറച്ചു പിടിക്കുക. ചില അസ്വസ്ഥതകളും മനസ്സിനെ വല്ലാതെ പീഡിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ആരോടെങ്കിലൊക്കെ ഒന്ന് തുറന്നു പറയാൻ, ഒന്ന് പങ്കുവയ്ക്കാനൊക്കെ തയ്യാറായാൽ തന്നെ ഒത്തിരി ആശ്വാസം നമുക്ക് ലഭിക്കും. അതിനൊന്നും കൂട്ടാക്കാതെ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വല്ലാത്ത ഭാരം ഉള്ളിൽ കൊണ്ടു നടന്ന് വല്ലാതെ സ്വയം അസ്വസ്ഥപ്പെട്ട് ജീവിതം കഠിനമാക്കി തീർക്കുന്ന അനേകരുണ്ട്. ഇവിടെയാണ് തോമാസ് ശ്ലീഹ തൻ്റെ അവിശ്വാസത്തെ ഉറക്കെ പറയുക. തോമാസ് ശ്ലീഹ പറഞ്ഞു, എനിക്ക് അവിശ്വാസമുണ്ട്, എനിക്ക് ഇത്തിരി വിശ്വാസക്കുറവുണ്ട്, ഞാൻ കണ്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കാല, എനിക്ക് കാണണം, അവൻ്റെ മുറിവേറ്റ കരങ്ങൾ എനിക്ക് കാണണം, അവൻ്റെ മുറിവേറ്റ പാർശ്വം എനിക്ക് കാണണം, അവിടെ എൻ്റെ വിരൽ എനിക്ക് വെക്കണം എന്ന് തൻ്റെ അവിശ്വാസത്തെ ഏറ്റുപറയാൻ തോമാസിലേക്ക് മടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ തൻ്റെ അവിശ്വാസത്തെ അവൻ ഏറ്റുപറഞ്ഞപ്പോൾ സംഭവിച്ചെന്നാ, ആ അവിശ്വാസത്തിലേക്കാണ് കർത്താവിൻ്റെ സ്നേഹം ഇറങ്ങി വന്നത്, ദൈവസാന്നിധ്യം ഇറങ്ങി വന്നത്. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളെ, വിഷമങ്ങളെ, വേദനകളെ വലിയ സ്നേഹത്തോടെ ഇറക്കി വയ്ക്കാൻ, കർത്താവ് എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്നിന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയാൻ നമ്മൾ മടി കാണിക്കാത്തിടത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ജനത്തിൻ്റെ കണ്ണുനീരൊപ്പാൻ, ഒരു ജനത്തിൻ്റെ പാപത്തെ ഏറ്റെടുക്കാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമ്മളിലേക്ക് അയച്ചെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്ന എത്ര കണ്ട് വലുതും ചെറുതുമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളാകട്ടെ, അത് കർത്താവിന് മുമ്പിൽ വെച്ചിട്ട്, കർത്താവ് എനിക്ക് വേദനയുണ്ട്, എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്, ഞാൻ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നം നീറുന്ന പ്രശ്നങ്ങളാണ്, എൻ്റെ കുടുംബത്തിൽ അസമാധാനമുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സാമ്പത്തിക മേഖലയിൽ ഞെരുക്കമുണ്ട്, മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല, കുടുംബത്തിൽ ഇതൊക്കെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടും അതിനേക്കാൾ ഉപരി എൻ്റെ കർത്താവിലുള്ള സ്നേഹത്തെ പ്രതി തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ തുറന്നു വയ്ക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിലേക്ക് ദൈവം ഇറങ്ങി വരും. പിന്നെ അവിശ്വാസത്തെ പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച കർത്താവിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ കർത്താവ് വന്നിട്ട് തോമസ് ശ്ലീഹയോട് പറഞ്ഞ്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ തൻ്റെ സങ്കടത്തെ, തൻ്റെ പ്രതിസന്ധിയെ, തൻ്റെ ഒരു അസ്വസ്ഥതയെ ദൈവം മാനിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവസ്നേഹത്തിലായിരിക്കുകയും ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി ആഴമായി ആഗ്രഹിക്കുകയും ആ അനുഭവം എനിക്കും വേണം എന്നുള്ളിനുള്ളിൽ ഒരാത്മാവ് ദാഹിക്കുകയും ചെയ്താൽ, ആ ദാഹിക്കുന്ന ഒരാത്മാവിന് ദൈവാനുഭവം ലഭിക്കാതെ ദൈവം പറഞ്ഞു വിടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിനായി ദാഹിക്കുന്ന ഒരാത്മാവിലേക്ക് വർഷിക്കുന്ന കൃപയുടെ അളവ് അത് അളക്കാൻ പറ്റില്ല എന്നാണ്. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദൈവസ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരാത്മാവിലേക്ക് വർഷിക്കപ്പെടുന്ന കൃപയുടെ അളവ് അത് അളക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവം നമ്മെ മാനിക്കും, അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കും, അത്രമാത്രം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് ഇടപെടാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കാനുള്ള ഒരു എളിമ നമുക്കുണ്ടായാൽ മതി. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം ഇടപെടാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തെ, കുടുംബത്തിൻ്റെ പ്രശ്നത്തെ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തുറന്നു വയ്ക്കാനുള്ള ഒരു എളിമ നമുക്കുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ തോമാസിലേക്ക് പറയാമായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെനിക്കറിയാമായിരുന്നു, അല്ലെങ്കിലും കർത്താവ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് തൻ്റെ അവിശ്വാസത്തെ മറച്ചു പിടിച്ചുകൊണ്ട് വിശ്വാസം അഭിനയിക്കാമായിരുന്നു. അത് ചെയ്തില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആത്മീയ ജീവിതവും ദൈവത്തോടുള്ള ബന്ധമൊക്കെ പലപ്പോഴും അഭിനയമായി മാറുന്നത് പോലെയൊന്നും തോമാസിലേക്ക് ചെയ്തില്ല. തോമാസിലേക്ക് പറഞ്ഞ എനിക്ക് അവിശ്വാസമുണ്ട്, കണ്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല, ഇതാണ് എൻ്റെ സ്റ്റാൻഡ്, ഇതാണ്, എനിക്ക് കാണണം എന്ന് ഉറക്കെ പറയാൻ തോമാസിലേക്ക് മടി കാണിച്ചില്ല. അപ്പോൾ അവിടെ അഭിനയത്തിൻ്റെ കാര്യങ്ങളൊന്നും തോമാസിലേക്ക് കാണിക്കുന്നില്ല. മറിച്ച് എന്താ, തൻ്റെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞു, തൻ്റെ കുറവിനെ ഏറ്റുപറഞ്ഞു, തൻ്റെ ബലഹീനതയെ തോമാസിലേക്ക് ഏറ്റുപറയാൻ തയ്യാറായി. ഈ തയ്യാറാകുന്നിടത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ ഏറ്റുപറയാൻ നമുക്കൊരു എളിമ വേണം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്ക് ദൈവാനുഭവം ഇല്ലാത്തത്. നമ്മൾ മനുഷ്യരാണ്, മാനുഷിക ബലഹീനതകളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. വീഴ്ചകൾ സംഭവിക്കാം, പാപത്തിൽ വീഴാം, ബലഹീനതകൾക്ക് അടിമപ്പെട്ടു പോകാം. ഇതൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ, കൺഫസ് ചെയ്യാൻ, കുമ്പസാരിക്കാൻ ഒക്കെ ഒരു എളിമയില്ലാത്തത് കൊണ്ടാണ് ദൈവസ്നേഹ അനുഭവത്തിൽ നമുക്ക് ഉയർച്ചയില്ലാതെ പോകുന്നതും. പക്ഷെ തോമാസിലേക്ക് ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ആ അവിശ്വാസത്തിൽ നിന്നും ഒരു ദൈവ പൈതലിന് എത്രമാത്രം വിശ്വാസത്തിൻ്റെ ധൈര്യം എടുക്കാൻ പറ്റുമോ അത്രമാത്രം വിശ്വാസത്തിൻ്റെ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് നമ്മുടെ ദേശത്ത് വന്നത്. മറ്റൊരു ദേശത്തുള്ള ഒരാൾ ഭാഷ അറിയാത്ത, തിരിച്ചു പോകുമോ ഇല്ലയോ എന്നറിയാത്ത, സ്വന്തം വീട്, കുടുംബം എല്ലാം വിട്ട്, ആദ്യവാനിൽ വായിച്ചു കേട്ടതുപോലെ അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു ദേശത്തേക്ക് വന്നത് അത്രമാത്രം വിശ്വാസത്തിൻ്റെ അഗ്നി തോമസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ ദൈവസ്നേഹ അനുഭവങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ അഗ്നിയാണ് നമ്മുടെ ഉള്ളിൽ കത്തിക്കുക. ആ വിശ്വാസമാണ് നമ്മുടെ അനുദിന ജീവിതത്തെ കൈപിടിച്ച് നടത്തുക. തോമാശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് തോമാശ്ലീഹയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ അഗ്നി കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നിരന്തരം ദൈവസ്നേഹത്തിൽ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.